പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരന് BSF വെടിവെച്ച് കൊന്നു. ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിലാണ് ഈ സംഭവം. രാജ്യാന്തര അതിർത്തി കടന്ന് ഇന്ത്യൻ വേലിക്ക് അരികത്ത് എത്തിയ വ്യക്തിയെയാണ് വെടിവെച്ച് കൊന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം. ഗുജറാത്തിലെ കച്ചിൽ അതിനിടയിൽ ഒരു പാകിസ്ഥാൻ ചാരനെ ATS പിടികൂടിയിട്ടുമുണ്ട്. ബി ബാലഗോപാൽ ഡൽഹി വിവരങ്ങളുമായി. ബാലു, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നതാണ്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടർച്ചയായി കൂടുതൽ ജാഗ്രതയോടുകൂടിയാണ് BSF ഉൾപ്പെടെ BSFന്റെ സേവനത്തെ പ്രത്യേകമായി രാജ്യം സ്മരിക്കുകയും ചെയ്യുന്ന സമയവുമാണ്. അതിനിടയിലാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരനെ BSF വെടിവെച്ച് കൊന്നു എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ വരുന്നത്. എന്തൊക്കെ വിവരങ്ങൾ BSF വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്? രതീഷ്, ഇന്നലെ രാത്രി ഈ ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിലാണ് ഈ പാകിസ്ഥാനി നുഴഞ്ഞുകയറ്റക്കാരനെ BSF വെടിവെച്ച് കൊന്നത്. BSF തന്നെ ഇത് സംബന്ധിച്ചൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വ്യക്തി ഈ ഇന്റർനാഷണൽ അതിർത്തി, അതായത് ഇന്റർനാഷണൽ ബോർഡർ കഴിഞ്ഞ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിനോട് ഈ മുന്നോട്ട് വരരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചുള്ള ഈ നിർദ്ദേശങ്ങളും മറ്റും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അത് അവഗണിച്ചുകൊണ്ട്, ആ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഈ വ്യക്തി മുന്നോട്ട് വന്നു. തുടർന്നാണ് BSF അതായത് ഈ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരനെ വെടിവെച്ച് കൊന്നതെന്നാണ് ഇപ്പോൾ BSF പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുജറാത്തിലെ ബനസ്കന്തയിൽ ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിലാണ് ഗുജറാത്ത് പോലീസിന്റെ ATS വിഭാഗം സഹദേവ് സിംഗ് ഗോഹിൽ എന്ന ആരോഗ്യ പ്രവർത്തകനെ കച്ചിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ നിർണായകമായ BSFന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും മറ്റും പാകിസ്ഥാനി ഏജന്റിന് കൈമാറുകയും അതിനായി 40,000 രൂപ കൈപ്പറ്റുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഗുജറാത്ത്. രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാരനെ വെടിവെച്ച് കൊന്നു, ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.